ഹായ് ഓൾ ഇന്നത്തെ ഒരു കുഞ്ഞു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഇക്കാൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് ചോറെല്ലാം വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ രാവിലെ എല്ലാവർക്കും ചോറ് തന്നെ വേണം കേട്ടോ. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നമ്മളിവിടെ പലഹാരം ഉണ്ടാക്കാറുള്ളൂ. അധികം ഇവിടെ ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ കുട്ടികൾക്കുള്ള ചായയെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്ത് ഞാനിതേ തിണ്ണയിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ പുറകിലാണ് കേട്ടോ, പുറകു വശമാണ്. ഇത് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഉമ്മ വേസ്റ്റ് കളയാൻ പോവുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പുറം അടിക്കാൻ പറ്റില്ല മഴയായതുകൊണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി ഫ്രണ്ടൊക്കെ ഒന്ന് അടിച്ച് വിടാമെന്ന് വിചാരിച്ചു. ഇവിടെ ഷീറ്റ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ വെള്ളമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഈ പുക പോലെ കാണുന്നതിൻ്റെ അപ്പുറത്ത് വലിയ മലയാണ് കേട്ടോ. അതിൽ മുടിച്ചിന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിറയെ പനകളുണ്ട്. കുറേയൊക്കെ മുറിച്ച് പോയിട്ടാണ്, ഗവൺമെൻറ് മുറിച്ചതാണ്. ഇതിൽ ആളുകൾ ഇതുപോലെ കള്ളി ചെത്താനൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ മുറിച്ച് കളഞ്ഞു. പിന്നെ നമുക്കിവിടെ നിറയെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വന്നിട്ട്. പിന്നെ ഈ സൈഡ് നിറയെ ചെടികളുണ്ട്. പിന്നെ ഇതവിടെ ഒരു കോവയ്ക്കപ്പന്തൽ, അങ്ങനെ ഒരുപാട് ചെടികളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴും നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ് കേട്ടോ. ഇത് വന്നിട്ട് 5 ഉണ്ട് കേട്ടോ. ഒന്നിനെ കാണാനില്ല. ഇവർ രാവിലെ ഉറങ്ങി എണിക്കണുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ രാവിലേക്ക് കോവയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പന്തലിട്ടിട്ടുണ്ട് കേട്ടോ കോവയ്ക്ക്. നമുക്കിവിടെ പച്ചക്കറി കൃഷിയാണ് കേട്ടോ. നേരത്തേക്ക് കണ്ടങ്ങളിലൊക്കെ കോവയ്ക്കായിരുന്നു, പച്ചക്കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം മുറിച്ച് കളഞ്ഞു. ഇപ്പോൾ വാപ്പാക്ക് വയ്യാത്തതുകൊണ്ട് വലിയതായിട്ട് പച്ചക്കറികളൊന്നും ഇടുന്നില്ല. നമ്മളിവിടെ ഫ്രണ്ടിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കോവയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം പൊട്ടിച്ചു. ആദ്യമായിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്ത് വെണ്ടയ്ക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക് പുളി വെക്കാനാണ്, അത് ഉമ്മയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ വേഗം ഞാനത് അതൊന്ന് എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കറി വെക്കണം, കുറച്ച് പൊരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേഗം പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ ഉമ്മ വേഗം വെണ്ടയ്ക്ക് പുളിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് വെണ്ടയ്ക്കയും തലമുറിയും മത്തിയൊക്കെ ഇട്ട് വെച്ചാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്കപ്പുളി. ഉമ്മ അടിപൊളിയായിട്ട് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ പിറ്റേ ദിവസം ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വേഗം കുട്ടികൾക്കുള്ളത് ചിക്കനെല്ലാം പൊരിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ആയിരുന്നു, പക്ഷേ ഇത്തിരിയും കൂടെ ഇരിക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഉപ്പും മുളക് പൊടിയൊക്കെ വേഗം ഇട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഒരുപാട് നേരം ഇരുന്നാലും കരിഞ്ഞു പോകും. മുളക് പൊടിയൊക്കെ നമ്മൾ ലാസ്റ്റ് ഇടാൻ പറ്റുള്ളൂ, ഒരുപാട് ഇരുന്ന് പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ നിറയെ കാന്താരി മുളക് ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന ഇക്കാക്ക് കാന്താരി മുളക് ചമ്മന്തി നിർബന്ധമാണ്. അപ്പോൾ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ ഇതിന് കൊരണ്ടി എന്നാണ് വിളിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ പനയില്ലേ, പനമ്പഴമൊക്കെ വീണിട്ട് അന്ന് മുളയ്ക്കുന്നതാണ് കേട്ടോ. അത് ഈ വേര് പോലെ. ഇതിന് വേറെയും സാധനം ഉണ്ട് കേട്ടോ, കൂമ്പ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇലയെല്ലാം വന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ വേഗം ഉള്ളൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വിട്ടു കേട്ടോ. പിന്നെ അത് വേഗം പോയി ഗ്യാസൊക്കെ ഒന്ന് വേഗം തുടച്ച് വിട്ടു. നമ്മളിവിടെ ഉള്ളിലും അടുപ്പുണ്ട് കേട്ടോ, പക്ഷേ ഈ അടുപ്പ് നമ്മൾ കത്തിക്കാറേ ഇല്ല. ഇതിൽ നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ കറികളെല്ലാം വെച്ചിട്ട് വെക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പുറത്ത് തന്നെയാണ് നമ്മൾ അടുപ്പിൽ കത്തിക്കാറുള്ളത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ പൊതിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ വന്ന് വെച്ച് എപ്പോഴും നാളികേരം കൊണ്ടുപോകും കേട്ടോ. കറിക്കുള്ളതും അതുപോലെ തന്നെ എണ്ണ ആട്ടാനുള്ളതിനെല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഇതിനിടയ്ക്ക് മോൻ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ, ഓരോന്ന് എടുത്ത് തരുന്നുണ്ടോ. നമ്മളിതുപോലെ വെക്കേഷന് വരുമ്പോൾ ഇതുപോലെ നിറയെ കൊണ്ടുപോകും കേട്ടോ. ഇവിടെ നിന്ന് വെട്ടി ഉണക്കിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയി നമ്മൾ ആട്ടുണ്ട്. നമ്മൾ ഇതുവരെ എണ്ണ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല, അതുപോലെ തേങ്ങയും ഇതുപോലെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ. വീട്ടിലുള്ളത് കാരണം അതേ കുറച്ചൊക്കെ ഞാൻ പൊതിച്ചു, എനിക്ക് വയ്യാണ്ടായിട്ടോ. ഞാൻ ഒറ്റയടിക്കൊന്നും പൊതിക്കില്ല, കുറേശ്ശെ ഒരു 10, 20, 30 എണ്ണം അങ്ങനെ വെച്ചിട്ട് 2-3 ദിവസം കൊണ്ടാണ് കേട്ടോ പൊതിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുട്ടികളാണെങ്കിൽ തോട്ടത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ടമാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് മഞ്ഞയാണേ. നമ്മൾ ഈ കണ്ടത്തിലെല്ലാം നേരത്തെ പച്ചക്കറി ആയിരുന്നു കേട്ടോ. കപ്പയ്ക്ക, പടുവളങ്ങ, പയറ്, അങ്ങനത്തെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വാവാക്ക് വയ്യാത്തത് കാരണം നമ്മളിപ്പോൾ പച്ചക്കറികളൊന്നും വെക്കുന്നില്ല. മഞ്ഞൾ വെക്കും, പിന്നെ ഒരു കണ്ടത്തിൽ ഇഞ്ചി വെക്കും കേട്ടോ. അപ്പോൾ ഈ കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പയറ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ മോൻ പോയിട്ട് വേഗം നാരങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെണ്ടുമല്ലിയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തോട്ടത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ കണ്ടമുണ്ട്. നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള കണ്ടങ്ങളെല്ലാം നമ്മുടെയാണ്. പിന്നെ നമ്മുടെ മൂത്താപ്പേരിൻ്റെ ഉണ്ട്, പിന്നെ അതുപോലെ കുപ്പിയുമ, അങ്ങനെയുള്ളവരിൻ്റെയൊക്കെ ഉണ്ട്. നമ്മുടെ പുറകിലുള്ള ഏകദേശം കണ്ടങ്ങളെല്ലാം നമ്മുടെ ബന്ധുക്കാരിന് നമ്മുടെയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ചാലിൽ നിറയെ വെള്ളം ഒഴുകുന്നു. ഇത് വന്നിട്ട് ചോല വെള്ളം കേട്ടോ വരുന്നത്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കുഴി പോലെ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് ചോല വെള്ളമാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കണ്ടങ്ങളിക്കും എല്ലാം ഇറങ്ങുന്നു കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് റബ്ബർ തൊടി. ഇതും നമ്മുടെ ബന്ധുക്കാരിനെയാണ്. ബന്ധുക്കാരി പറഞ്ഞാൽ നമ്മുടെ മൂത്താപ്പാൻ്റെ റബ്ബർ തൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കടന്നിട്ട് വേണം കേട്ടോ പോകുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഉറവ് വെള്ളമാണ് വരുന്നത്. ഇതെല്ലാം പോകുന്നത് കുളത്തിക്കാണ് കേട്ടോ. നമ്മുടെ കുളമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ മൂത്താപ്പാൻ്റെ നമ്മുടെയും അങ്ങനെ 2-3 വഴിക്കാരിൻ്റെ ഈ ഒരു കുളത്തിലാണ് കേട്ടോ. ഇതിൽ പണ്ടൊക്കെ നിറയെ ആളുകൾ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്, മീൻ പിടിക്കാനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ ആയിട്ട് ആരും കുളിക്കാനൊന്നും വരില്ല. എൻ്റെ
കല്യാണം കഴിയുന്ന സമയത്തൊന്നും ഇതിലൊന്നും ആരും കുളിക്കാനൊന്നും വരുന്ന കണ്ടിട്ടില്ല കേട്ടോ. ചണ്ടി നിറയെ ചണ്ടി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ. ഒരു സൈഡ് ഇത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്, മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടില്ല, നിറയെ ചണ്ടി നിൽക്കണം. അതുകൊണ്ട് നമുക്ക് കുളമാണെന്ന് അറിയില്ല. നമ്മളിത് വൃത്തിയാക്കി വെച്ച ആളുകൾക്ക് കുളിക്കാനും പറ്റും, അതുപോലെ മീൻ പിടിക്കാനൊക്കെ പറ്റും. ഈ ഒരു ചാല് കടന്നിട്ട് വേണം കേട്ടോ നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ. ഈ ഒരു ചാല് വന്നിട്ട് ഈ കുളത്തിൽ മീനുകൾ കംപ്ലീറ്റ് ഈ ചാലിൽ കൂടെ പോകും കേട്ടോ. നമ്മൾ നല്ല മഴ സമയമാകുമ്പോൾ തോട്ടം വെക്കുക അങ്ങനെ എന്തോ പറയില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ വീട്ടിൽ നിന്ന് വാപ്പയെല്ലാം വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ കിട്ടും. അതുപോലെ മൂത്താപ്പിയരെല്ലാം വന്നിട്ട് ഇതുപോലെ തോട്ടം വെക്കാറുണ്ട് കേട്ടോ, നല്ല മഴ പെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മുടെ തോട്ടത്തിൽ വലിയതായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കയറി പോകുമ്പോൾ ഈ ഒരു മൂച്ചിയുണ്ട്. പിന്നെ നമ്മുടെ കണ്ടത്തിൽ നിറയെ മഞ്ഞൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കണ്ടത്തിൻ്റെ അപ്പുറത്തുള്ളതാണ്, പച്ചക്കറിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ പച്ചക്കറിന് പള്ളക്കൃഷി എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഭാഗത്ത് എല്ലാവർക്കും പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് എല്ലാവരും പള്ളക്കൃഷി എന്നാണ് പറയുന്നത്. അതെ, ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇതുപോലെ 1-2 മൂച്ചികളുണ്ട് കേട്ടോ. നമ്മുടെ 1-2 അല്ല, 2-3 മൂച്ചിയുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ 2 ഇതുണ്ട് കേട്ടോ, പുളിമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കായുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് പുളി വേണം പറഞ്ഞപ്പോൾ 3-4 പുളിയെല്ലാം വലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തോട്ടത്തിൽ കുറച്ച് തെങ്ങുകളെല്ലാം ഉണ്ട് കേട്ടോ. തെങ്ങുകളിൽ തേങ്ങയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കുരങ്ങന്മാർ വന്നിട്ട് ഇളനീര് മൊത്തം കുടിച്ചിട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് തേങ്ങയെ കിട്ടാറില്ല കേട്ടോ. ഒക്കെ ഇവർ വന്ന് ഇട്ടിട്ട് പോകും. പിന്നെ നമ്മുടെ തോട്ടത്തിൻ്റെ അപ്പുറത്ത് വന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ചാലുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ കുളത്തുനിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഇതങ്ങനെ കണ്ടങ്ങളിക്കെല്ലാം പോകും കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ. ഞങ്ങൾ തോട്ടത്തിൽ വന്ന് തേങ്ങ വല്ലതും ഉണ്ടാകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം നമ്മുടെ ഇവിടെ തേങ്ങയൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടംപോലെ കുരങ്ങന്മാർ വന്നിട്ട് ഇളനീരെല്ലാം ഇട്ട് കുടിക്കുന്നതുകൊണ്ട് വലിയതായിട്ട് നമുക്ക് തേങ്ങയൊന്നും കിട്ടാറില്ല. അത്യാവശ്യം തേങ്ങകളുള്ളൂ, ഇല്ലെങ്കിൽ നിറയെ തേങ്ങയെല്ലാം വീണ് കിടക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ തോട്ടത്തിൽ നിറയെ പുല്ലുപൊത്തി കിടക്കുക കേട്ടോ. നേരത്തേക്ക് നമ്മളിവിടെ നാട്ടിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ തോട്ടത്തേക്ക്. ഇപ്പോൾ പിന്നെ വാപ്പാക്ക് വയ്യാത്തതുകൊണ്ട് വാപ്പയും വരുന്നില്ല. നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലൊരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വലിയ മലയാണെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. അയിലമുടിച്ചി എന്നാണ് കേട്ടോ പേര്. വലിയ മലയാണ്. നമുക്ക് ഇപ്പോൾ ഒക്കെ കാണാൻ നല്ല രസമാണ്, പക്ഷേ മഴക്കാലമാകുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ വീട്ടിലിരിക്കാൻ. കാരണം നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വലിയ മലയാണ്, ഉരുൾപൊട്ടുമെന്ന് ഭയങ്കര പേടി. മഴക്കാലമാകുമ്പോൾ എനിക്ക് ഇവിടെ വന്നിരുന്ന ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ കണ്ടം തന്നെയാണ് കേട്ടോ. ഇതിൽ നമ്മൾ മഞ്ഞ തന്നെയാണ് കേട്ടോ വെച്ചത്. നേരത്തെ ഇതിലേക്ക് ഇഞ്ചി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇഞ്ചി പച്ചക്കറി എല്ലാം വെക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും വെക്കില്ല, മഞ്ഞൾ മാത്രം നമ്മൾ മെയിനായിട്ടുള്ള കൃഷി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇളനീര് നമ്മൾ വെട്ടിക്കുടിച്ചതല്ല കേട്ടോ. ഇതൊക്കെ വന്നിട്ട് കുരങ്ങന്മാർ അതുപോലെ മലയണ്ണന്മാർ ഇതെല്ലാം കുടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയല്ലോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.